ഓനെ എന്നാ വൈബായിരിക്കല്ലേ. ആറ്റിങ്ങലത്തെ കാഴ്ചകളാണ് കാണുന്നത്. അതായത് ഇത് നേരെ ചെല്ലുന്നത് ആ പാലത്തിൻ്റെ അവിടെയാണ്. അപ്പോൾ അതിനപ്പുറത്തുള്ള കാഴ്ച വരെ നമ്മൾ മുമ്പ് കണ്ടതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസിലെ റോഡ് നിർമ്മാണ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. നമ്മളിപ്പം ആറ്റിങ്ങൽ ബൈപ്പാസ് കട്ട് ചെയ്യുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. കല്ലമ്പലത്തിൽ നിന്ന് തൊട്ടടുത്ത ജംഗ്ഷനാണ് മണമ്പൂർ. ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇവിടുന്ന് ഇന്നലെയൊക്കെ മഴ പെയ്ത്, ഇന്ന് രാവിലെയും മഴ പെയ്ത് കണ്ടോ, വെള്ളവും കിടപ്പുണ്ട്. എത്രത്തോളം പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല, എങ്കിലും പോയി നോക്കാം. ഇപ്പോൾ 2 മാസത്തിന് മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എന്തൊക്കെ മാറ്റം വന്നെന്ന് നോക്കാം. ഈ ഭാഗത്തൊക്കെ മഴ എത്തുകൊണ്ട് സർവീസ് റോഡിൻ്റെ ഭാഗം ഇടിഞ്ഞ് താന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഇതിനു മുമ്പ് കാണിച്ച വീഡിയോയിലും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഈ പുല്ലൊന്നും ഇത്രയും വളർന്നിട്ടില്ലായിരുന്നു കേട്ടോ. ഇവിടെ ഓവർപാസ്സാണ് കേട്ടോ വരുന്നത്. ഇവിടെ നിലവിലുള്ള റോഡ് മേളിൽ കൂടെ തന്നെ പോകും, പാലമായിട്ട് പോകും. മെയിൻ റോഡ് NH66 താഴെ കൂടെ പോകും. അതിന് ഭാഗമായിട്ട് ഇടിച്ച് താത്തിട്ടുണ്ട്. ഇടിച്ച് താത്ത സമയത്ത് ഇവിടെ സർവീസ് റോഡ് മേളിൽ കൂടെ ആണല്ലോ പോകുന്നത്. ആ ഭാഗത്തെ സർവീസ് റോഡ് മൊത്തം ഇടിഞ്ഞങ്ങ് താന്നിട്ടുണ്ട്. ഇടിഞ്ഞുകൊണ്ട് ഒരുപാട് ക്യാമറയിൽ എത്രത്തോളം കാണുമെന്ന് അറിയത്തില്ല, നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കംപ്ലീറ്റ് കെട്ടി പൊക്കിയേ പറ്റും കേട്ടോ ഈ ഭാഗത്തെല്ലാം. അപ്പോൾ ഇതേപോലെ മെറ്റിലൊക്കെ അപ്പുറത്ത് ഇട്ടതായിരുന്നു, അതിന് ഒന്നും നോക്കൂല. ഇനി മൊത്തം ഇടിച്ച് താത്തിട്ട് നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് കണ്ട ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് പൊക്കുന്ന കണക്ക് കംപ്ലീറ്റ് പൊക്കിയേ പറ്റൂ. ഈ ഭാഗവും കോൺക്രീറ്റ് ചെയ്തേ പറ്റൂ. നമുക്ക് എത്രത്തോളം പോകാൻ പറ്റുമോ എന്ന് പിടുത്തമില്ല. എന്ന് ആറ്റിങ്ങൽ ബൈപ്പാസിലെ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നു. അതിനു മുമ്പ് മഴ പെയ്തിരിക്കും. ഒരു 5-6 ദിവസം മുമ്പ് മഴയൊന്നും ഇല്ലായിരുന്നു. അന്ന് പനിയായിട്ട് കിടപ്പായിരുന്നു. കൗണ്ട് കുറഞ്ഞു പോയി. ഈ കൗണ്ട് എന്നൊക്കെ പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല കേട്ടോ. കൗണ്ട് പറഞ്ഞാൽ നമ്മൾ എണീക്കൂല. അങ്ങനെ 15 ദിവസമായി. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെയാണ്. ഇവിടെ മൊത്തം ഈ സോയിലിങ് ചെയ്തിട്ടുണ്ട്, ഈ ഇടിഞ്ഞ് താഴാതിരിക്കാനേ. അകത്തേക്ക് ഡ്രില്ല് ചെയ്ത് കോൺക്രീറ്റ് മിശ്രിതം പമ്പ് ചെയ്ത് കയറ്റുന്ന സംഗതിയാണ്. ഇവിടെ കംപ്ലീറ്റ് ആ പരിപാടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ സർവീസ് റോഡ് ഉയർന്നിട്ടാണ് പോകുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡ് സർവീസ് റോഡ് താഴ്ന്നിട്ടാണ് പോകുന്നത്. മെയിൻ റോഡ് ഇതേ ലെവലിലാണ് പോകുന്നത്. അവിടെ ടാറ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടാകും ടാറ് ചെയ്തത്. വീട്ടിൽ പോയി കാണാം. ആ ശാന്തസുന്ദരമായ സ്ഥലമാണ് കേട്ടോ. മനോഹരമായ ഒരു റോഡായിട്ട് മാറും കേട്ടോ. തെക്കൻ കേരളത്തിലെ ഏറ്റവും മനോഹരമായ റോഡായിട്ട് മാറുന്ന ഒരു സ്ഥലമാണ് ഈ ആറ്റിങ്ങൽ ബൈപ്പാസ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ പണി കംപ്ലീറ്റ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 8-ാം മാസമാണ് കേട്ടോ. 2025 8-ാം മാസമാണ്. നമുക്ക് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. ലോക്സഭയിലോ രാജ്യസഭയിലോ ചോദ്യോത്തരവേളയിൽ നൽകിയ മറുപടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. തിരുവനന്തപുരം ജില്ല ഇനി ഏകദേശം തിരുവനന്തപുരം ജില്ലയിൽ 1 കൊല്ലത്തോളം സമയം ബാക്കിയുണ്ട്. 1 കൊല്ലത്തിനുള്ളിൽ പണി തീരുമോ എന്നൊന്നും അറിയത്തില്ല, എങ്കിലും 1 കൊല്ലം ബാക്കിയുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ താറി ചെയ്തിട്ടുണ്ട്, അത് ഞാൻ മുമ്പത്തെ വീഡിയോയിലും കാണിച്ച അതേപോലെ തന്നെയാണ്. ഇവിടെ ഈ ഗ്രാവല കൊണ്ടിട്ട് ഉറപ്പിക്കുന്ന പരിപാടി ഒരു ബാക്കിയുള്ള ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ് റോഡിനോട് ചേർന്ന് കിടക്കുന്നത്. ഇത് ഡേഞ്ചർ അല്ലേടേ, ഇത് ഭയങ്കര ഡേഞ്ചറാണല്ലേ. ഇത് നോക്ക്, ഇവിടെ റോഡിന് കുറച്ചും കൂടി ഉയരും. അപ്പോഴേ ഒരാൾ കൈ എത്തിയാൽ കിട്ടുന്ന പൊക്കത്തിലാണല്ലോ. ഇത് ഭയങ്കര ഡേഞ്ചറാണല്ലോ.
ഭയങ്കര ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറായിപ്പോയി. റോഡിനോട് ചേർന്ന് വേണ്ട ഇലക്ട്രിക് ലൈന് കുറച്ചും കൂടി ഉയർത്തണം. ഉയർത്തുമായിരിക്കും അല്ലേ? ഉയർത്തുമായിരിക്കും, ഉയർത്തുമെന്ന് തോന്നുന്നു. ഒരു ശാന്തസുന്ദരമായ സ്ഥലമാണല്ലേ. ഓ, നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി ഓടിച്ച് പോകാൻ പറ്റൂല, സർവീസ് റോഡ് വഴി പോകേണ്ടി വരും. കഴിഞ്ഞതിനും അങ്ങനെ തന്നെ ആയിരുന്നു. ഈ മണ്ണ് ഇവിടെ കൊണ്ടിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതുവഴിയെ കയറി പോകാമായിരുന്നു. പോകാൻ പറ്റൂലേ. സർവീസ് റോഡ് വഴി പോവാം. ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല. 2 മാസം മുമ്പ് നമ്മൾ കാണിച്ച അതേപോലെ തന്നെയാണ്. ഇവിടെ പണികൾ ഇത്രത്തോളം പൂർത്തിയായിട്ടുണ്ട്. ഒരു 1-2 വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന റോഡാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ബൈപ്പാസിലെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഫസ്റ്റ് ലെയറിൻ്റെ ടാറിങ്ങൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടുത്തെ അണ്ടർപാസിൻ്റെ പണി സ്പീഡിൽ നടക്കുന്നുണ്ടല്ലോ. ഇവിടെ അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ. ഇതുവഴി അങ്ങ് പോകാൻ പറ്റുമോ എന്നറിയില്ല, നോക്കി നോക്കാം. കഴിഞ്ഞതിന് വന്നപ്പോൾ ഇവിടെ ചെളിക്കെട്ടായിരുന്നു കേട്ടോ. അവിടെ ഇപ്പം അങ്ങനെ താറ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പ്ലാനിൽ ഇവിടെ ഒരു അണ്ടർപാസ് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെയാണ് ഇവിടെ ഒരു അണ്ടർപാസ് വന്നത്. അണ്ടർപാസിൻ്റെ പണി കോൺക്രീറ്റ് വർക്കൊക്കെ പൂർത്തിയായിട്ടുണ്ടേ. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് വാഹനം പോകുമോ എന്നറിയത്തില്ല. കഴിഞ്ഞ വന്നപ്പോഴും പോയില്ല. നമ്മൾ തിരിച്ചു വന്ന് MLA പാലത്തിൻ്റെ അതിലെയാണ് കയറിയത്. വലിയ വണ്ടി തന്നെ പൊതിഞ്ഞ് കിടക്കുന്നു. അതുവഴി പോകാൻ പറ്റൂല കേട്ടോ. നമുക്ക് നേരെ MLA തൊട്ടപ്പുറത്ത് തന്നെയാണ് MLA പാലം. അവിടെ വന്ന് കയറാൻ. കഴിഞ്ഞതിനും പോകാൻ പറ്റില്ല, അവിടെ ഭയങ്കര ചെളിക്കെട്ടാണ്. നല്ല കുത്തനെയുള്ളൊരു കയറ്റമാണ്. നമ്മളാണ്ട MLA പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്നായിരുന്നെങ്കിൽ നമുക്ക് ഇതുവഴി വരാക്കൂലായിരുന്നു. കൊണ്ടാ മൊത്തം ചെളിക്കെട്ടായി കിടക്കുകയാണ്. കണ്ടോ, ഇത് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇതുവഴി വന്നത്. ഇപ്പുറത്തെ വശത്താണെങ്കിൽ പോലും വരാക്കൂലായിരുന്നു. അവിടെ ഒരു വണ്ടി പോകാൻ കിടപ്പുണ്ട് അന്ന്. ഓക്കെ, ഇനി മുന്നോട്ട് പോയി നോക്കാം. 2 മാസം മുമ്പ് കാണിച്ചതുപോലെ തന്നെയാണ്. പ്രത്യേകിച്ചൊന്നും ഇല്ല ഈ ഭാഗത്ത്. ഇവിടെ ഒരു പാലം അത്യാവശ്യമാണ്. പാലം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല മഴക്കാലത്ത് നല്ല രീതിയിൽ വെള്ളം വീഴുന്ന സ്ഥലമാണ്. നേരെ എത്തുന്നത് പാലാങ്കോണത്താണ്. പാലാങ്കോണത്ത് ഒരു ഓവർപാസ്സാണ് വരുന്നത്. ഓവർപാസിൻ്റെ പണി എന്തായെന്ന് നോക്കാൻ പോയി. ഇത് നല്ല താഴ്ന്ന പ്രദേശമായിരുന്നു കേട്ടോ. മണ്ണിട്ട് ഇങ്ങനെ ഉയർത്തിയതാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ
ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഒരുപാട് തവണ കാണിച്ചതാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇതൊക്കെ എന്തോരം പണികളോ ബാക്കിയുണ്ടെന്നറിയോ? പണികളേ ഉള്ളൂ ബാക്കി. ഒരു കൊല്ലം മാത്രമേ ഇവരെ കയ്യിലുള്ളൂ. അത് മിക്കവാറും സമയം നീട്ടി കൊടുത്തേ പറ്റൂ. ഒരു കൊല്ലത്തിനുള്ളിൽ ഒരു കാരണവശാലും തീരില്ല. ഇവിടുത്തെ ഓവർപാസിൻ്റെ പണി ഒന്നും ആയിട്ടില്ല കേട്ടോ. പണി തുടങ്ങിയിട്ട് പോലും ഇല്ല. ഇവിടെ ഇങ്ങനെ അത് ഇടിഞ്ഞ് താഴായിരിക്കും. അവിടെ സോയിലിംഗ് വർക്ക് നടക്കുവാണ്. ഇതിൻ്റെ ഭാഗത്ത് ഇവിടെ ഉണ്ട് കേട്ടോ ആ സോയിലിങ്ങിൻ്റെ വർക്ക്. ഇവിടെയാണ് ഓവർപാസ് വരുന്നത്. ഇത് പാലങ്ങാണം എന്ന് പറയുന്ന സ്ഥലമാണ്. പക്ഷെ ഇവിടെ ഓവർപാസിൻ്റെ വർക്കൊന്നും തുടങ്ങിയിട്ടില്ല. വെള്ളം കുറച്ച് കുറഞ്ഞു തോന്നുന്നു അല്ലേ? ഇത് അടിച്ച് പമ്പ് ചെയ്ത് കളഞ്ഞതാണോ അറിയത്തില്ല. ഉണ്ടല്ലോ അത്രയും പൊക്കത്തിൽ വെള്ളം കടന്നിരുന്നത്. ഇവിടെ നല്ല ഊറ്റുള്ള പ്രദേശമാണ്. ഇവിടെ ഓവർപാസിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. ഭയങ്കര വർക്ക് വേണ്ട സ്ഥലമാണ് കേട്ടോ. വെള്ളത്തിനൊക്കെ പച്ച കളറാണ്. നല്ല ആഴമുള്ള സ്ഥലമാണ്. നല്ല ആഴത്തിൽ കുഴിച്ച സ്ഥലമാണ്. അത്രയും വെള്ളം കിടപ്പുണ്ട് ഇപ്പോഴും. കാണിച്ചു തരാം. മൊത്തം ഇടിഞ്ഞ് നല്ല രസമുള്ള വെള്ളം. ഓ, ഭയങ്കര പണി വേണ്ടുള്ള പ്രദേശമാണ് കേട്ടോ. അയ്യോ, നമുക്ക് പോവാക്കൂലടേ. മിക്കവാറും വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടോ ഇവിടെ വഴി ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. അല്ലെങ്കിൽ അതുവഴിയൊക്കെ കറങ്ങി പോകണം. അവിടെ സ്റ്റോപ്പ്. ഓ, മണ്ണിടിഞ്ഞ് അവിടുന്ന് ആ കുന്നിടിഞ്ഞ് റോഡ് വീണ്. അങ്ങനെ ഇവിടെ ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. അപ്പുറത്തു ഇവിടെ വഴി ഉണ്ടെങ്കിൽ അതുവഴി വരാൻ എനിക്കറിയത്തില്ല. ഗൂഗിൾ മാപ്പ് വഴി തപ്പി പിടിക്കണം. ഗൈസ്, നമ്മൾ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഭയങ്കര ഒരു ഇറക്കമാണ് ഇവിടെ കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് വാമനപുരം നദിക്ക് കുറുകെയുള്ള പാലത്തിൻ്റെ അവിടം വരെ ഈ വീഡിയോ കാണിക്കാം. സാധാരണഗതിയിൽ അവിടം വരെയാണ് നമ്മൾ കാണിക്കുന്നത്. ഇവിടെയൊക്കെ ഒരു മാറ്റവും കാണാനില്ല. ഇവിടെയൊക്കെ ഈ ക്രാഷ് ബാരിയറിൻ്റെ പണി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിലില്ലായിരുന്നു. ഇവിടെ കുറേ ഗഡറുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണാം. ഇവിടെ ഒരു ഓവർപാസ് വരുന്നുണ്ട്. അതിൻ്റെയും പണിയൊന്നും തുടങ്ങിയിട്ടില്ല. ഓവർപാസ് വരും 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 എന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഗഡറുകളൊക്കെ പണിഞ്ഞു.
ഇഷ്ടം പോലെ മണ്ണ് കിട്ടും കേട്ടോ. മണ്ണ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. മുമ്പോട്ട് റോഡുണ്ടോ എന്തോ? ഉണ്ട്. അതേപോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഇവിടെ മെയിൻ റോഡ് നല്ല രീതിയിൽ താഴും. കുറേ ഇടിച്ചെടുത്തോണ്ട് പോയിട്ടുണ്ട്. ഇനിയും താഴുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു മാറ്റവും ഇല്ല, അന്നത്തെ പോലെ തന്നെയാണ്. ഇതുവഴി വരായിരുന്നല്ലേ, റോഡുണ്ട്. പാലത്തിൻ്റെ പണി അന്ന് കാണിച്ചത് പോലെ തന്നെയാണ്. അങ്ങേയറ്റത്ത് 2 പിയറിൻ്റെ ഇടയിലുള്ള ഗഡറുകൾ സ്ഥാപിച്ചു. ബാക്കി ഗഡറുകളൊന്നും സ്ഥാപിച്ചിട്ടില്ല. പക്ഷേ ഒരു മാറ്റവും ഇല്ലയുടെ ഈ 2 മാസത്തിൻ്റെ ഇടയിൽ പറയത്തക്ക ഒരു മാറ്റം. ഇവിടുത്തെ ഒരു പുളിമരം മുറിച്ചു നോക്കും, അതേ ഉള്ളൂ മാറ്റം. വെറുതെ വീഡിയോ എടുത്ത് ഇവിടെ നമുക്കിതിൻ്റെ ബാക്കിയുള്ളതും കൂടി ഈ വീഡിയോയിൽ തന്നെ അങ്ങ് ഉൾപ്പെടുത്താം അല്ലേ? ഇതിൽ കുറേ ഭാഗമുണ്ട് ഒരു വർക്കും നടക്കാത്ത. അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താം. അത് പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ടൊന്നും എടുക്കുന്നില്ല. ഇവിടെ ഞാൻ 2 മാസം മുമ്പ് കാണിച്ച അതേപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഇവിടെ കുറേ പോച്ചകൾ കിളിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഇവിടെ വേറെ വർക്കുകളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങേയറ്റത്ത് 2 പിയറിൻ്റെ ഇടയിലുള്ള ഗഡറുകളല്ലാതെ വേറെ ഒന്നും ഇവിടെയൊന്നും ഗഡറുകളൊന്നും സ്ഥാപിച്ചിട്ടില്ല. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഈ പാലത്തിൻ്റെ ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അതായത് കൊല്ലമ്പുഴ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ താറിങ് നടക്കുവാണ് കേട്ടോ. ഇന്നങ്ങോട്ട് താറിങ് നടക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് അങ്ങോട്ട് അവിടെ വരെ പോയി കാഴ്ചകൾ കാണാം. താറിങ്ങിൽ നമ്മൾ കയറ്റുന്നില്ല, ഇട്ടതേ ഉള്ളൂ നമുക്ക് താറിങ്. അവിടെ ക്ലോസ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. ഇന്നിട്ടതേ ഉള്ളൂ. നല്ല രസമുണ്ട് കാണാൻ. ഇവിടുന്ന് വണ്ടിയൊക്കെ കയറി പോയിട്ടുണ്ടല്ലേ? ഒന്നും കയറി പോവാം. ഇന്നിട്ടതല്ലെന്ന് തോന്നുന്നു, 2 ദിവസം ആയെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളിപ്പം കൊല്ലമ്പുഴ ഭാഗത്തെ കാഴ്ചകളാണ് കാണുന്നത്. അതായത് ഇത് നേരെ ചെല്ലുന്നത് ആ പാലത്തിൻ്റെ അവിടെയാണ്. അപ്പോൾ അതിനപ്പുറത്തുള്ള കാഴ്ച വരെ നമ്മളിപ്പോൾ കണ്ടതാണ്. ഇത് ഇന്നിട്ടതല്ല കേട്ടോ, 2 ദിവസമായി കേട്ടോ. വണ്ടികളൊക്കെ കയറി ഓടി തുടങ്ങി, അതുകൊണ്ടാണ്. ഇന്നിട്ടാണെങ്കിൽ നമ്മൾ കയറില്ലായിരുന്നു. അപ്പം അങ്ങനെയൊന്നുമില്ല. ഇന്ന് താറിടുന്ന സ്ഥലത്ത് ഇന്ന് തന്നെ വണ്ടി എന്തനുസരണമുള്ള വട്ടി എന്നൊന്നും അവിടെ നിന്ന് കണ്ട. അപ്പോൾ പറഞ്ഞു വന്നത് ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇന്ന് താറിടുന്ന സ്ഥലത്ത് ഇന്ന് തന്നെ വാഹനങ്ങളൊക്കെ ഓടും. അപ്പം അങ്ങനത്തെ ടെക്നോളജിയിലുള്ള താറിങ്ങൊക്കെയാണ്. അപ്പം അടിപൊളിയായിട്ട് താറിങ്, ഒരു ഭാഗത്ത് താറിങ് പൂർത്തിയായിട്ടുണ്ട്, മറുഭാഗത്ത് ഇനി ഇതേപോലെ താറിയുണ്ട്. ഈ ഇവിടം വരെ താറ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1 കിലോമീറ്റർ ദൂരം താറ് ചെയ്തിട്ടുണ്ട്. ഉണ്ടേ ആ പാലം അതിൻ്റെ അപ്പുറത്താണ്. പാലത്തിലെ കാഴ്ചകൾ കാണിച്ചല്ലേ, പിന്നെ അങ്ങോട്ട് പോകുന്നില്ല. നമുക്കിനി തിരിച്ച് ബാക്കി കാഴ്ചകൾ കാണേ. മോനെ, അതാ ഞാൻ പറഞ്ഞത്, റോഡ് പണിയൊക്കെ പൂർത്തിയാകുമ്പോഴേ ഈ ഭാഗത്തെ റോഡ് പണി അല്ല, ഈ ഭാഗത്തെ റോഡായിരിക്കും ബ്യൂട്ടിഫുൾ. ഈ ആറ്റിങ്ങൽ ബൈപ്പാസിലെ റോഡ്, ബൈപ്പാസ് അടിപൊളി ഭംഗിയായിരിക്കും കാണാൻ. ഇത് കൊല്ലമ്പുഴയാണ് കേട്ടോ.
എടുത്ത് നിർത്തിയായിരുന്നു നഷ്ടമായി പോയാൽ. ഇത് അടിപൊളി ഒരു കാഴ്ചയായിരുന്നു. എന്തായാലും ആറ്റിങ്ങൽ ബൈപ്പാസിലെ വീഡിയോ എടുക്കാൻ വന്നിട്ട് ഒരു പുതിയ അപ്ഡേറ്റ് കിട്ടി. അതേപോലെ ഈ കൊല്ലമ്പുഴ വരുന്ന ഈ അണ്ടർപാസ് ഉണ്ടല്ലോ, അതിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞതിന് വീഡിയോ എടുത്തപ്പോൾ ഇവിടെ കോൺക്രീറ്റ് വർക്ക് ഇപ്പം ചെളിയാണ് കേട്ടോ. അവിടെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ അത് പൂർത്തിയായിട്ടുണ്ട്. ഇതുവഴി കറങ്ങി പോവാം. അത് മൊത്തം ചെളിക്കെട്ടാണ്. ഇവിടെ ഒന്നും ആയിട്ടില്ല കേട്ടോ പരിപാടി. തർക്കമൊന്നും പരിഹരിച്ചില്ല. ഇവിടെ പരിഹരിച്ചെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഒരു അണ്ടർപാസ് വരും. അതിൻ്റെ പരിപാടി തുടങ്ങിയിട്ടില്ല. ഇവിടെ അണ്ടർപാസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് കൊല്ലമ്പുഴ ക്ഷേത്രമാണ്. ഓ, ഇവിടെ എത്രത്തോളം പണി പൂർത്തിയായിട്ടുണ്ടോ? ഓ, കൊള്ളാം, അടിപൊളി. ഇവിടെ കോൺക്രീറ്റ് വാലൊക്കെ കെട്ടി പൊക്കുവാണ്. അന്നേരം ഇവിടെ അണ്ടർപാസ് വരും. അപ്പോൾ കുറച്ചും കൂടി പൊങ്ങും റോഡ് കേട്ടോ. ഓ, ഇവിടെ മണ്ണൊക്കെ ഇട്ട് ഇത്രത്തോളം ആയിട്ടാ. ഇവിടെ പണികൾ പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നറിയത്തില്ല. ഓ, ഈ വണ്ടികൾ എവിടെയായിരിക്കും മണ്ണ് തട്ടുന്നത്? ഞാൻ നിൽക്കുന്ന സ്ഥലത്തായിരിക്കും. അപ്പോൾ ഇവിടെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കുറേ ഭാഗത്ത് ഗ്രാവലൊക്കെ ഇട്ടിട്ടുണ്ട്. മെറ്റിലൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ആ കൊല്ലമ്പുഴ ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് ഇവിടെ കുറേ ദൂരം ഇത്രത്തോളം പണി പൂർത്തിയായി. നമ്മൾ ആ പാലം വരെയുള്ള ഭാഗത്ത് മുമ്പ് കാണിച്ചു നിന്ന് വലിയ പണികളൊന്നും മാറിയിട്ടില്ല. പക്ഷേ പാലത്തിൻ്റെ ഇപ്പുറത്തോട്ട് കുറേ രീതിയിൽ പണികൾ പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടെയും ഒരു ഓവർപാസ് വരുന്നുണ്ട് കേട്ടോ. ആറ്റിങ്ങൽ ബൈപ്പാസിൽ തന്നെ ഏകദേശം 1, 2, 3, 4, 5 ഓവർപാസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഓവർപാസിൻ്റെ പണിയൊന്നും സ്റ്റാർട്ടായിട്ടില്ല. ഇവിടെ കുറേ ദൂരത്തേക്ക് ടാറിങ് പണി പൂർത്തിയായതാണ്. അത് ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്.
രസമായിട്ടുള്ള കാഴ്ചകളായിരിക്കും. റോഡിൽ വരയൊക്കെ ഇട്ട് ചെയ്തപ്പം ഓനെ എന്നാ വൈബായിരിക്കും അല്ലേ. ഓ ആറ്റിങ്ങൽ ബൈപ്പാസ് പൊളി 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 വൈബായിരിക്കും. ഇവിടെ ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്തോളം ഇവിടെ ഇതേപോലെ ആറൂരി പാതയുടെ ഫസ്റ്റ് ലെയർ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. ക്രാഷ് ബാരിയർ, അതേപോലെ ഡിവൈഡർ, പിന്നെ സർവീസ് റോഡും ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മാമ പാലത്തിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. ഇനി നല്ല ചെളിക്കെട്ടായിരിക്കും. നമുക്കെന്തായാലും പോയി നോക്കാം. ഇത്രയും ദൂരം എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയല്ലായിരുന്നു? നല്ല കട്ട ചെളി. പോണോ? അടുക്കത്ത് വെച്ചാൽ അങ്ങനെ കാല് കുത്തേണ്ടി വന്നാ നല്ല കട്ട ചെളിയാണ്. ഇനി അങ്ങോട്ട് വേറെ പണിയൊന്നുമില്ല. മാമൻ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പം തന്നെ കുറേ ആയി. ഇനി അങ്ങോട്ട് എന്തായാലും പണി അല്ലെങ്കിൽ അവിടെ ക്രഷർ യൂണിറ്റും ടാർ മിക്സിങ് യൂണിറ്റൊക്കെയാണ്. നമുക്ക് മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. ഇതിന് മുമ്പ് കാണിച്ച കാഴ്ചകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇവിടെ തന്നെ കാല് കുത്തി. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.